ഇന്നത്തെ സഭകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല സഭാകാളുണ്ട്, വണ്ടിയിടാൻ സൗകര്യമുണ്ട്, AC ഉണ്ട്, നല്ല ഇരിപ്പിടങ്ങളുണ്ട്, ആളുകളുണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്, മൈക്കുണ്ട്, ബോക്സുണ്ട്, എല്ലാമുണ്ട്, ഫിലിം പ്രൊജക്ടറുണ്ട്, എല്ലാമുണ്ട്. ഭയങ്കര പാട്ടും പ്രാർത്ഥനയും കയ്യടിയും ആരാധനയും പ്രസംഗവുമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ ഒരു കൊച്ചു വിഷയത്തോടുള്ള ബന്ധത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരായി, സമാധാനമില്ലാത്തവരായി, ഭിന്നതയുള്ളവരായി, വഴക്കുള്ളവരായി നിൽക്കുന്ന ഒരവസ്ഥയാണ് പല ദൈവസഭകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാസ്റ്ററുടെ പക്ഷം, സെക്രട്ടറിയുടെ പക്ഷം, കമ്മിറ്റിക്കാരുടെ പക്ഷം, ആ പക്ഷം, ഈ പക്ഷം, പല പക്ഷങ്ങളായി വേർതിരിഞ്ഞു നിന്ന് യാതൊരു സമാധാനവുമില്ലാത്ത, ദൈവമക്കളുടെ യാതൊരു സ്വഭാവവുമില്ലാതെ ജീവിക്കുന്ന അനേക ആളുകൾ ഇന്നത്തെ പല സഭകളിലുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? നമ്മുടെ വഴക്കുകൾ മാറ്റിവെച്ച്, നമ്മുടെ ഭിന്നതകൾ മാറ്റിവെച്ച്, നമ്മുടെ പക്ഷഭേദങ്ങൾ മാറ്റിവെച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഹിതമായിരിക്കുന്ന, ഇഷ്ടമായിരിക്കുന്ന ആ സമാധാനത്തോടെ ഇരിക്കുവാനുള്ള ഒരു സമർപ്പണത്തോടുകൂടെ എല്ലാ ദൈവമക്കളും, എല്ലാ അംഗങ്ങളും ഒരുപോലെ ചിന്തിച്ച് സമാധാനത്തോടുകൂടെ ഇരിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സഭകൾ ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ മുന്നോട്ട് പോകുവാനിടയാകും. മൂന്നാമത്തെ ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. ക്രമത്തിൻ്റെ വിപരീതമാണ് അക്രമം. ക്രമം കെട്ടവർ, അക്രമം ചെയ്യുന്നവർ, അകൃത്യം ചെയ്യുന്നവർ, തെറ്റായ വഴികളിൽ യാത്ര ചെയ്യുന്നവർ, തെറ്റായ പാതകളിൽ സഞ്ചരിക്കുന്നവർ, അങ്ങനെയുള്ളവരും കർത്താവിൻ്റെ സഭകളിലുണ്ട്. വചനവിരുദ്ധമായ പ്രവൃത്തികളുമായി അറിഞ്ഞോ അറിയാതെയോ ചില അംഗങ്ങൾ, ചില കുടുംബങ്ങൾ പോകുമ്പോൾ അവരായി, അവരുടെ പാടായി, എനിക്കെന്ത്, ആ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമെന്ത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല ദൈവസഭയിലെ അംഗങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. മറിച്ച് ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. പരസ്യമായി പറഞ്ഞ് ആക്ഷേപിക്കാനല്ല പറയുന്നത്. രഹസ്യമായി അവരെ കാണുക, അവരുടെ വീട്ടിൽ ചെന്ന് കാണുക, അവരോടൊപ്പം ഒരു ചായയോ കാപ്പിയോ കുടിച്ച് കുശലം പറഞ്ഞ് സ്നേഹത്തോടെ, സൗമ്യതയോടെ, താഴ്മയോടെ അവരുടെ ക്രമം കെട്ട അവസ്ഥകളെ ബോധ്യപ്പെടുത്തി അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത്, അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ക്രമമുള്ള, ക്ലിയറായിരിക്കുന്ന, ഏറ്റവും മെച്ചപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക എന്നുള്ളത് ദൈവസഭയിലെ അംഗങ്ങളുടെ ചുമതലയാണ്. ഇത് ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അടുത്തത് എന്താണ്? ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. സഭയിലുള്ള എല്ലാവർക്കും ഒരുപോലെയുള്ള ആത്മധൈര്യം ഉണ്ടാവില്ല. പല വിഷയത്തോടുള്ള ബന്ധത്തിലും ഭയപ്പെടുന്നവരുണ്ട്, തളർന്നു പോകുന്നവരുണ്ട്, ഉള്ളിൽ ബലമില്ലാത്തവരുണ്ട്. അവരുടെ ഉള്ള ബലം കൂടി, ഉള്ള ധൈര്യം കൂടി ചോർത്തിക്കളയാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. മറിച്ച് എന്ത് ചെയ്യണം? അവർക്ക് വാക്കുകൊണ്ട് ധൈര്യം കൊടുത്ത്, ശക്തീകരിച്ച്, ബലപ്പെടുത്തി ദൈവകൃപയിൽ അവരെ നിലനിർത്തണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് കൊടുക്കണം. എന്തു വിഷയം വന്നാലും ഞങ്ങളെല്ലാം നിങ്ങളോട് കൂടെ ഉണ്ട്, കർത്താവും ഞങ്ങളും നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യം അവർക്ക് കൊടുക്കുമ്പോൾ ഉൾക്കരുത്തില്ലാത്തവർക്ക് ദൈവം
ധൈര്യം കൊടുക്കുന്ന, ശക്തിപ്പെടുത്തുന്ന അത്ഭുതകരമായ അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് ക്രിസ്തുവേശുവിലുള്ള ദൈവേഷ്ടമാണ്. ബലഹീനരെ താങ്ങണം. ബലഹീനരെ തള്ളിയിടണമെന്നല്ല. സഭയിൽ ബലഹീനരായ വിശ്വാസികളുണ്ട്. എല്ലാവരെ പോലുള്ള ബലം അവർക്കില്ല. അവർ ബലഹീനരാണ്. മാനസികമായും ശാരീരികമായും ഭൗതികമായും ആത്മികമായിട്ടും അവർ ബലഹീനരാണ്. ആ ബലഹീനതയിൽ നിൽക്കുന്നവർക്ക് ഉന്തിൻ്റെ കൂടെ തള്ളുന്ന പോലെ തള്ളിമറിച്ചിടാനല്ല മറ്റു വിശ്വാസികളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അങ്ങനെ ബലഹീനരായിരിക്കുന്ന ആളുകളെ ഒന്ന് താങ്ങിക്കൊടുക്കണം. അവർ ഭൗതികമായൊരു ബലഹീനതയാണെങ്കിൽ എല്ലാവരും ചേർന്ന് ഭൗതികമായി അവരെ സഹായിച്ച് താങ്ങിക്കൊടുക്കണം. ആത്മികമായ ഒരു ബലമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും അവരെ ബലമുള്ളവരായി താങ്ങി നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. മാനസികമായി ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ തളർന്നു പോകുന്ന അവസ്ഥയിൽ ചിലർ കടന്നു പോകുമ്പോൾ വാക്കുകൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും ദൈവവചനം പറഞ്ഞുകൊടുത്തും അവരെ താങ്ങി സംരക്ഷിക്കുവാൻ ദൈവസഭയിലുള്ളവർക്ക് കഴിയണം, ദൈവമക്കൾക്ക് കഴിയണം. ബലഹീനരെ താങ്ങണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ്. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ദീർഘക്ഷമയെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പഠിപ്പിക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാനും നല്ല സുഖമാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ദീർഘക്ഷമയെന്നുള്ളത്. ഈ ലോകത്തിലുള്ള മനുഷ്യരോട് അവരെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത്. ദൈവത്തിന് ദീർഘക്ഷമയുണ്ട്, നിത്യക്ഷമയില്ല. നിത്യസ്നേഹം ദൈവത്തിനുണ്ട്. ദൈവം എല്ലാവർക്കും ഒരു പിരീഡ് കൊടുക്കും. ആ പിരീഡിനുള്ളിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ദൈവകൃപയിലേക്ക് വന്നില്ലെങ്കിൽ ദൈവം വിട്ടുകളയും. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരോടും ക്ഷമ കാണിക്കണമെന്നല്ല, ദീർഘമായി ക്ഷമിക്കണം. 70 വട്ടം ക്ഷമിക്കണം. അവിടെ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ നമ്മൾ ക്ഷമിച്ചെങ്കിലാണ് നമ്മുടെ കുറ്റങ്ങളെ ദൈവവും ക്ഷമിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് പലപ്പോഴും ഇല്ലാത്ത ഒരു കാര്യമാണ് ദീർഘക്ഷമ എന്നുള്ളത്. ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം.